ഇനി 2 ദിവസം മാത്രം റേച്ചലിൻ്റെ വിധിയും നിക്കിയുടെ വിധിയും അറിയാൻ. ഇരുവരും സോൾമേറ്റ്സ് അല്ലെങ്കിൽ റേച്ചലിൻ്റെ അന്ത്യമാണ്. അവൾ എങ്ങനെ ഇതിനെ നേരിടും? ഈ പുതിയ അധ്യായം തുടങ്ങുന്നത് ജൂൾസും റേച്ചലും ബാറിൽ നിന്ന് സത്യങ്ങളെല്ലാം മനസ്സിലാക്കി വീട്ടിൽ തിരിച്ചെത്തുന്നതോടെയാണ്. താൻ അനുഭവിക്കുന്ന ആ ഭീകരമായ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ എന്ന് റേച്ചലിനറിയാം. നിക്കി അവളുടെ യഥാർത്ഥ സോൾമേറ്റ് ആയിരിക്കണം. നിക്കി തന്നെയാണ് തൻ്റെ ആൾ എന്നവൾ ഉറച്ചു വിശ്വസിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ തന്നെ നേരം വെളുക്കാറായിട്ടുണ്ട്. ഇന്ന് വൈകി വരാനിരിക്കുന്ന റിഹേഴ്സൽ ഡിന്നർ, വിവാഹത്തിന് മുന്നോടിയുള്ള വിരുന്ന് പരമാവധി ആസ്വദിക്കാനാണ് അവളുടെ തീരുമാനം. നിക്കി ഒരു സോൾമേറ്റ് ആണെന്ന കാര്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നെങ്കിലും ഇതിൽ ജൂൾസിന് നല്ല ടെൻഷനുണ്ട്. നിനക്ക് 100% ഉറപ്പാണോ അവൻ തന്നെയാണ് സോൾമേറ്റ് എന്ന്? അറ്റ്ലീസ്റ്റ് ശതമാനമെങ്കിലും ഒന്ന് പറ എന്നതിന് അവൾ താൻ 92% ഉറപ്പിച്ച് കഴിഞ്ഞു എന്ന് ജൂൾസിനോട് പറയുന്നു. തങ്ങളിരുവരും തമ്മിൽ കണ്ടുമുട്ടിയ യാദൃശികമായ മൊമെൻ്റ് മുതൽ നിമിത്തമെന്ന പോലെ എല്ലാം നടന്ന് പ്രണയത്തിലായതുവരെയുള്ള കാര്യങ്ങൾ ഇതിന് തെളിവാണെന്ന് അവൾ വാദിക്കുന്നു. എന്നാൽ ജൂൾസിന് ഇതിലൊന്നും ഒരു സമാനവുമില്ല. റേച്ചൽ വെറുതെ കാര്യങ്ങൾ കെട്ടിച്ചമയ്ക്കുകയാണെന്നും അവൾ പൊട്ടത്തരം പറയുകയാണെന്നും അവൻ കരുതുന്നു. റേച്ചൽ മുറിയിലേക്ക് പോയി ആ വൃദ്ധൻ, ആ പഴയ സാക്ഷി വിറ്റ്നസ് നൽകിയ വിവാഹ ഉടമ്പടി കരാർ ഒളിപ്പിച്ചു വയ്ക്കുന്നു. നിക്കിയോടൊപ്പം കിടക്കയിലിരിക്കുമ്പോൾ എല്ലാം ശുഭകരമാണെന്ന പോലെ തന്നെ അവൾ പെരുമാറാൻ ശ്രമിക്കുകയാണ്, സ്വയം പറഞ്ഞ് വിശ്വസിപ്പിക്കാനെന്ന പോലെ. റേച്ചൽ വല്ലാതെ റൊമാൻറ്റിക് ആകുന്നുണ്ടെന്നും തന്നോട് ഒട്ടി നിൽക്കുന്നുണ്ടെന്നും കണ്ട് നിക്കി സന്തോഷിക്കുന്നുണ്ടെങ്കിലും അവളുടെ ഉള്ളിൽ അനുഭവിക്കുന്ന ഭയം അവൻ അറിയുന്നില്ല. അതേസമയം ജൂൾസിനെ രാത്രി മൊത്തം കാണഞ്ഞ് കാര്യം തിരക്കുന്നതിലൂടെ തൻ്റെ പങ്കാളിയായ നെല്ലിനോട് ആ ശാപത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവൻ തുറന്നു പറയുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അവരെല്ലാം റിഹേഴ്സൽ വിരുന്നിനായി തയ്യാറെടുക്കുന്നതാണ്. ഒരു കല്യാണത്തിൻ്റെ ആളുണ്ട് നിക്കിയുടെ കുടുംബാംഗങ്ങൾ മാത്രം തന്നെ. പറഞ്ഞാൽ കല്യാണം തന്നെ ആണല്ലോ അല്ലേ? പുറത്താണെങ്കിൽ നല്ലവണ്ണം മഞ്ഞു അറ്റയ്ക്ക് അടിച്ച് വീശുന്ന കാലാവസ്ഥ. നിക്കി തന്നെയാണ് തൻ്റെ സോൾമേറ്റ് എന്ന് റേച്ചൽ സ്വയം പറഞ്ഞു പഠിപ്പിക്കുകയാണ്. വിരുന്നിലെത്തിയ അതിഥികളെല്ലാം ആ ദമ്പതികളെ പുകഴ്ത്താനും അഭിനന്ദിക്കാനും മത്സരിക്കുകയായിരുന്നു. ബോറിസ് തൻ്റെയും വിക്ടോറിയയും പ്രണയകഥ പറഞ്ഞുകൊണ്ടാണ് ചടങ്ങുകൾക്ക് തുടക്കമിട്ടത്. തങ്ങൾ എങ്ങനെയാണ് ആശുപത്രിയിൽ വെച്ച് കണ്ടുമുട്ടിയതെന്നും എങ്ങനെ ഒന്നിച്ചെന്നും അദ്ദേഹം ഹൃദയസ്പർശിയായി വിവരിക്കുന്നു. വിക്ടോറിയയും അദ്ദേഹത്തോടൊപ്പം ചേരുന്നു. അവരെ കാണുമ്പോൾ തികഞ്ഞൊരു സോൾമേറ്റ് ദമ്പതികളാണെന്ന് ആർക്കും തോന്നിപ്പോകും. പ്രസംഗത്തിനൊടുവിൽ അവിടെ വന്ന അതിഥികളോട് ഈ പുതിയ നവദമ്പതികൾക്ക് നൽകാനുള്ള വിവാഹ ഉപദേശങ്ങൾ പങ്കുവയ്ക്കാൻ അവർ ആവശ്യപ്പെടുന്നു. വിരുന്നിലുടനീളം റേച്ചലിനും നിക്കിക്കും തികഞ്ഞ ഒരു ദാമ്പത്യം എങ്ങനെ ഉണ്ടാവണം എന്നതിനെക്കുറിച്ച് ഉപദേശങ്ങളുടെ ഒരു പെരുമഴ തന്നെ നേരിടേണ്ടി വന്നു. എല്ലാവരും റേച്ചലിനോടും നിക്കിയോടും അവരെങ്ങനെയാണ് കണ്ടുമുട്ടിയെന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. അവരോട് റേച്ചൽ താൻ നിക്കി കണ്ടുമുട്ടിയ കഥ വിവരിക്കുന്നു. ഷിക്കാഗോയിലേക്കുള്ള ഒരു വിമാനയാത്രക്കിടയിലാണ് അവർ കണ്ടുമുട്ടിയത്. യാത്രയ്ക്ക് തൊട്ടുമുമ്പ് റേച്ചലിന് വല്ലാത്തൊരു ഭയം തോന്നിയിരുന്നു. വിമാനത്തിൽ കയറാൻ പേടിയുള്ള കൂട്ടത്തിലാണ് അവൾ. ആ വിമാനത്തിൽ കയറാൻ പാടില്ലെന്ന് അവളുടെ മനസ്സെന്തോ പറഞ്ഞു. ഭയം സഹിക്കവയ്യാതെ അവൾ വിമാനത്തിൽ കയറാൻ വിസമ്മതിച്ചങ്ങനെ നിൽക്കെ ആ സമയത്താണ് ഒരു നായകനെ പോലെ നിക്കി അവളുടെ സഹായത്തിനായി എത്തിയത്. വിമാനത്തിൽ പോകണ്ടെന്നും തങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഓസ്റ്റിനിലേക്ക് കാറിൽ യാത്ര ചെയ്യാമെന്നും അവൻ നിർദ്ദേശിച്ചു. തൻ്റെ ഉള്ളിലെ ആ ഭയം നിക്കിക്ക് മനസ്സിലായല്ലോ എന്നതൊരു ദൈവിക നിമിത്തമാണെന്ന് റേച്ചൽ വിശ്വസിച്ചു. അന്ന് ആ സമയം നിക്കി അവൻ്റെ ജീവൻ രക്ഷിച്ചുള്ളവണ് റേച്ചൽ എന്നുപോലും പറഞ്ഞിട്ടുണ്ടെന്ന് അവൾ അഭിമാനത്തോടെ വിരുന്നിൽ പറയുന്നു. ഇതിനിടെ നെൽ സൂത്രത്തിൽ റേച്ചലിനെ വിളിച്ച് ശാപത്തിൻ്റെയും സോൾമേറ്റ്സിൻ്റെയും കാര്യം അറിഞ്ഞതായി പറഞ്ഞ് തിരക്കുമ്പോൾ തൻ്റെ സോൾമേറ്റ് നിക്കി തന്നെ ആണെന്നും അതുകൊണ്ട് ആ ശാപം തന്നെ ബാധിക്കില്ലെന്നും അവൾ നെല്ലിനോട് രഹസ്യമായി പറയുകയാണ്. വിരുന്നിൽ വന്ന ഓരോരുത്തരോടും അവൾ ഈ ഫസ്റ്റ് മീറ്റ് കഥ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. വിരുന്നിലുടനീളം റേച്ചൽ തങ്ങളുടെ കണ്ടുപിടിലിനെക്കുറിച്ച് വാചാലയായെങ്കിലും ജൂൾസിന് ചില കാര്യങ്ങൾ സംശയം തോന്നി തുടങ്ങി. കാരണം ജൂൾസിൻ്റെ മൈൻഡ് നോക്കിയാൽ അന്ന് റേച്ചലിൻ്റെ അമ്മ മരിക്കും മുന്നേ മകളെ കാത്തോളാൻ പറഞ്ഞിരുന്നില്ലേ, ആ കടമ അവനെ ചെയ്തേ പറ്റൂ എന്ന് നിൽക്കുവാണ്. തന്നാൽ കഴിയുന്നതിലും റേച്ചലിനെ സുരക്ഷിതരാക്കാൻ നോക്കുക എന്നാണ് ജൂൾസിൻ്റെ ചിന്ത. നിക്കി എന്തിനാണ് അന്ന് ഹോസ്റ്റലിലേക്ക് പോയെന്ന് അവൻ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു. ഒരു കോളേജ് സുഹൃത്തിനെ കാണാൻ പോയതാണെന്നായിരുന്നു നിക്കിയുടെ മറുപടി. 3 കൊല്ലം മുന്നെയാണ് ഇരുവരും കണ്ടുമുട്ടുന്നത്. എന്നാൽ ജൂൾസ് നെല്ലിനോട് നിക്കിയുടെ എക്സ് ഗേൾഫ്രണ്ടിൻ്റെ വിവരങ്ങൾ ചോദിച്ച് സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്ത് സമയം കാര്യങ്ങൾ ഒത്തുനോക്കിയപ്പോൾ അവന് ചില സത്യങ്ങൾ മനസ്സിലായി. നിക്കി റേച്ചലിനെ ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ അവൻ മറ്റൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു. സത്യത്തിൽ ആ ദിവസം അവൻ ആ പെൺകുട്ടിയുമായി ബ്രേക്കപ്പ് ആയിട്ടിരിക്കുന്ന സമയവുമായിരുന്നു. അവനന്ന് ഷിക്കാഗോയിലേക്കല്ല പോകേണ്ടിയിരുന്നത്. ജൂൾസിൻ്റെയും നെല്ലിൻ്റെയും വിവാഹത്തിൽ പങ്കെടുക്കാൻ സ്വന്തം നാട്ടിലേക്കായിരുന്നു വിമാനം കയറിയേണ്ടിയിരുന്നത്. കാരണം അന്നായിരുന്നു ആ വെഡ്ഡിങ്. ഇവിടെ ചിലർക്ക് ഡൗട്ട് തോന്നാം, 3 വർഷം മുന്നേ വിവാഹം നടന്നവർക്ക് എങ്ങനെ ഇത്ര വലിയ മകനുണ്ടാകുമെന്ന്. ഈ ജൂൾസിൻ്റെ ആദ്യ വിവാഹത്തിലുള്ള മകനാണ്. നെൽ അവൻ്റെ സ്റ്റെപ്പ് മദറാണ്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ജൂൾസ് നിക്കിയെ ചോദ്യം ചെയ്തതോടെ സത്യം പുറത്തു വന്നു. നിക്കി അന്ന് വിമാനത്താവളത്തിലെത്തിയപ്പോൾ അവൻ്റെ കാമുകി അവനെ ബ്രേക്കപ്പ് ചെയ്ത വിവരം ലഭിച്ച് ആ സങ്കടത്തിൽ ഒറ്റയ്ക്ക് തൻ്റെ സഹോദരൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ധൈര്യമില്ലാതെ നിന്നപ്പോൾ അവിടെ റേച്ചലിന് തോന്നിയ ആ ഭയം മനസ്സിലായതുകൊണ്ടായിരുന്നില്ല അവൻ അവളോടൊപ്പം കൂടിയത്. മറിച്ച് തൻ്റെ പ്രണയ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഡിസ്ട്രാക്ഷനായി അവളെ ഉപയോഗിക്കുകയായിരുന്നു. സത്യത്തിൽ അവൻ ആ വിമാനത്തിൽ പോകാൻ പോയി ഉദ്ദേശിച്ചിരുന്നില്ല. ഇതോടെ ഇങ്ങനൊരു വിശിഷ്ട ദിവസം തന്നെ തൻ്റെ കള്ളം പൊളിഞ്ഞ ദേഷ്യത്തിൽ നിക്കി ജൂൾസിനെ ആക്രമിക്കുന്നു. റേച്ചൽ ആകെ തകർന്നു പോയി. നിക്കി തന്നോട് കള്ളം പറയുകയായിരുന്നു എന്നവൾക്ക് മനസ്സിലായി. അവൾ വല്ലാതെ നിരാശപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുമ്പോൾ ഇന്നേരം ഒരു വെയിറ്റർ അറിയാതെ വന്ന് തട്ടി അവളുടെ മേൽ കുപ്പികൾ വീഴുന്നു.
ഇതേ സമയം തന്നെ മഞ്ഞുകാറ്റടിച്ച് കറണ്ട് പോകുന്നതോടെ ഫംഗ്ഷന് അതൊരു തടസ്സമാവുകയാണ്. നിക്കി റേച്ചലിൻ്റെ പിന്നാലെ ചെന്ന് മാപ്പ് ചോദിച്ചു. പക്ഷേ റേച്ചൽ തൻ്റെ ഇൻസ്റ്റിങ്ക്റ്റിലും നിമിത്തങ്ങളിലും വിശ്വസിച്ചപ്പോൾ നിക്കി തുടക്കത്തിൽ അവളൊരു വിനോദമായി മാത്രമാണ് കണ്ടതെന്ന് അവൾക്ക് മനസ്സിലായി. മറ്റൊരു സത്യം കൂടി അവിടെ വെളിപ്പെട്ടു. റേച്ചലിൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ അവളുടെ അച്ഛനെ വിവാഹത്തിന് ക്ഷണിച്ചത് നിക്കിയായിരുന്നു. റേച്ചലിൻ്റെ കൂട്ടുകാരോ കുടുംബമോ വരത്തില്ലെന്നുള്ള അവൻ്റെ പേരൻസ് ചോദിച്ചതുകൊണ്ടും ഒരുപക്ഷെ ഭാവിയിൽ തൻ്റെ മകളുടെ വിവാഹം കാണാൻ കഴിയാതെ കുറ്റബോധം റേച്ചലിൻ്റെ പിതാവിന് ഉണ്ടാവണ്ട എന്ന് കരുതി ജയ്ക്ക് വെഡ്ഡിംഗ് ലെറ്റർ അയച്ചതാണെന്ന് അവൻ ന്യായീകരിക്കുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോൾ നിക്കി റേച്ചലിനെ അതിയേറെ സ്നേഹിക്കുന്നുണ്ട്. റേച്ചൽ വസ്ത്രം മാറാൻ പോകുമ്പോൾ തങ്ങളുടെ വിവാഹം നടക്കുമോ എന്നൊരാശങ്കയിലായിരുന്നു നിക്കി. വെറുതെ ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യാതെയെന്നും അന്ന് ഞാൻ വിളിക്കാതെ വിമാനത്തിൽ കയറിപ്പോയി അത് തകർന്ന് വീഴുന്നെങ്കിലോ എന്ന് വായിൽ വരുന്നതൊക്കെയും പറഞ്ഞ് കാര്യങ്ങൾ കുറച്ചൊന്ന് ശാന്തമായി നിൽക്കെ കറണ്ട് ഇല്ലാത്തത് മൂലം ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ സെറ്റായെന്ന് പോർഷി എത്തി വരാൻ വിളിക്കുന്നു. എല്ലാം ഓക്കെയാണ്, തൻ്റെ സോൾമേറ്റാണെന്നൊക്കെ സ്വയം പറഞ്ഞു വരുത്തി തീർക്കാൻ ശ്രമിച്ച റേച്ചൽ ഇപ്പോൾ ഒരു ശരിയായ ബന്ധത്തിലല്ല എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. So I'm going to die on Sunday. Think about it. But don't worry. ഇനി വിവാഹത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അവൾ എന്ത് തീരുമാനമെടുക്കും എന്നതിലാണ് അവളുടെ വിധിയിരിക്കുന്നത്. ഉറങ്ങിക്കിടക്കുന്ന നെല്ലിനെ പിറ്റേ ദിവസം വെളുപ്പിനെ തന്നെ റേച്ചൽ വിളിച്ചുണർത്തുന്നതിലൂടെയാണ് പുതിയ കാഴ്ചകൾ തുടങ്ങുന്നത്. തനിക്കൊരു സഹായം വേണമെന്ന് റേച്ചൽ അവളോട് ആവശ്യപ്പെടുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് എന്ന് പ്രത്യേകം പറയുകയും ചെയ്യുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ രാത്രി ഹോളിൽ കിടന്നുറങ്ങിപ്പോയ നിക്കി ഉണർന്നു ചെന്ന് നോക്കുമ്പോൾ റേച്ചൽ അവിടെ ഇല്ല. ബെഡ് സൈഡ് ടേബിളിൽ അവളുടെ എൻഗേജ്മെൻറ്റ് മോതിരം മൂരി വെച്ചിരിക്കുന്നവൻ ശ്രദ്ധിക്കുന്നുണ്ട്. റേച്ചലിന് കിട്ടിയ ആ വാണിംഗ് ലെറ്റർ ഇല്ലേ വിവാഹം കഴിക്കരുതെന്നുള്ളത്, അതിലെ നോട്ട് വെട്ടിത്തിരുത്തി താൻ വിവാഹം കഴിക്കും എന്നപോലുള്ളൊരു സോറി മെസ്സേജ് നിക്കി കൈവച്ചിട്ടാണ് അവൾ പോയിട്ടുള്ളത്. പഴയ സ്നേഹമൊന്നും പോയിട്ടില്ലെന്നർത്ഥം. റേച്ചൽ നെല്ലിനെ കൂട്ടി നേരെ കൗണ്ടി ക്ലർക്ക് ഓഫീസിലേക്കാണ് പോകുന്നത്. അവരവിടെ അതിക്രമിച്ച് കയറി രേഖകൾ പരിശോധിക്കുന്നു. സ്വന്തം കുടുംബചരിത്രത്തെക്കുറിച്ച് എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്താൻ സഹായിക്കണമെന്ന് ലാർക്കിൻ കുടുംബത്തിലെ ജനന മരണ സർട്ടിഫിക്കറ്റുകളും വിവാഹരേഖകളും നോക്കിക്കൊണ്ടാണ് അവർ തുടങ്ങുന്നത്. തൻ്റെ മുൻഗാമികളിൽ ചിലരെങ്കിലും ഈ ശാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാകുമെന്നും അതെങ്ങനെയാണ് കണ്ടെത്താനുമാണ് റേച്ചലിൻ്റെ ശ്രമം. ഫാമിലി ട്രീ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം അവൾക്ക് മനസ്സിലാവുന്നു. കുടുംബത്തിലെ പലർക്കും വിവാഹം കഴിക്കാതെയാണ് കുട്ടികൾ ഉണ്ടായിട്ടുള്ളത്. പിന്നൊരു കാര്യം, വിവാഹം കഴിച്ചിട്ടുള്ളവരുടെ സർട്ടിഫിക്കറ്റുകളിലെല്ലാം വിറ്റ്നസ്സായി ഒപ്പിട്ടിരിക്കുന്നത് ഒരൊറ്റ ആളാണ്, അതായത് ആ വൃദ്ധൻ, നിലവിലെ ദ ഇമ്മോർട്ടൽ വിറ്റ്നസ്. അപ്പോൾ അയാൾക്ക് ഇപ്പോൾ ഏതാണ്ട് 200 വയസ്സിന് മേലെ പ്രായം കാണുമെന്ന് നെൽ തിരിച്ചറിയുന്നത് അവളെ ഈ ശാപത്തിൽ കൂടുതൽ വിശ്വസിക്കാൻ കാരണമാക്കുന്നു. റേച്ചലിൻ്റെ ഏറ്റവും വലിയ ഷോക്ക് അവിടുന്ന് കിട്ടുന്ന കുടുംബത്തിൻ്റെ സർട്ടിഫിക്കറ്റുകളിലെല്ലാം വിവാഹം കഴിച്ചിരിക്കുന്നതെന്നോ അന്ന് തന്നെ അവർ മരിച്ചതായുള്ള ഡേറ്റ് വെച്ചിട്ടുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റുകളും. ആ ശാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വിവാഹ ജീവിതം നയിക്കാൻ സാധിച്ച ഏക വ്യക്തി അവളുടെ ഗ്രേറ്റ് ആൻറ്റ് മുതുമുത്തശ്ശി മാത്രമാണ്, അർലീൻ. വിവാഹം കഴിഞ്ഞും 57 കൊല്ലം അവർ ജീവിച്ചു. ഇതൊരു വലിയ ആശ്ചര്യമാണ്. റേച്ചലിന് അവരുമായി എങ്ങനെയും സംസാരിച്ചേ പറ്റൂ, എങ്ങനെ ആ ശാപം തരണം ചെയ്തു എന്ന് മനസ്സിലാക്കാൻ. പക്ഷേ എന്താണ് ഇതിനൊരു വഴി? അവർ മരിച്ചില്ലേ? എന്തായാലും ഇവിടെ നോക്കിയാൽ റേച്ചലിന് ഇപ്പോഴും നിക്കി ജീവനോളം ഇഷ്ടമാണ്. അവനെ കല്യാണം കഴിക്കണമെന്ന് തന്നെയാണ് അവൾ ആഗ്രഹിക്കുന്നത്. അതിന് തൻ്റെ വല്യമ്മ എങ്ങനെയാണ് ശാപത്തെ അതിജീവിച്ചത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഈ അന്വേഷണത്തിനിടയിൽ റേച്ചലും നെല്ലും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ദൃഢമാകുന്നു. റേച്ചൽ പോയിട്ട് തിരികെ വരാത്തതിനാൽ നിക്കി വലിയ പരിഭ്രാന്തിയിലാണ്. എവിടെയാണെന്നറിയാൻ അവൻ തുടർച്ചയായി വിളിക്കുന്നുണ്ടെങ്കിലും അവൾ ഫോൺ എടുക്കുന്നില്ല. ഈ സമയത്ത് ബോറിസ് ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. നിക്കിയും ജൂൾസും തൻ്റെ കൂടെ വേട്ടയ്ക്ക് വരാൻ ആവശ്യപ്പെടുകയാണ്, ഫോക്സ് ഹണ്ടിങ്. കാരണം ഇവർ രണ്ടുപേരും തലേരാത്രിയിലെ സംഭവത്തോടെ പരസ്പരം നല്ല ദേഷ്യത്തിലാണ്, പ്രത്യേകിച്ച് നിക്കിക്ക്. നെല്ലെന്തായാലും റേച്ചലിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തിരിച്ചു കൊണ്ടുവരും എന്ന് ബോറിസ് വിശ്വസിക്കുന്നതായി പറയുമ്പോൾ ജൂൾസും നിക്കിയും വേട്ടയാടാൻ പോകുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. എങ്കിലും ബോറിസ് നിർബന്ധിക്കുന്നു. വിക്ടോറിയ മരിക്കുന്നതിന് മുമ്പ് മക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും അമ്മ മരിച്ചു കഴിഞ്ഞാൽ ജീവിതം പഴയതുപോലെ ആകാൻ പോകുന്നില്ല എന്നും ബോറിസ് അവരെ ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെ അകലാൻ തുടങ്ങാതെ ഒരു കുടുംബമായി തുടരണോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ സ്വന്തമായി സംസാരിച്ച് തീരുമാനിക്കുമെന്നും പറഞ്ഞ് അങ്ങനെ വേട്ടയ്ക്ക് പോകുമ്പോൾ ജൂൾസും നിക്കിയും തങ്ങൾക്കിടയിലെ പിണക്കങ്ങൾ മാറ്റുകയും തെറ്റുകൾ തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. ജൂളിൻ്റെ വൈഫായ നെല്ലിനെ നിങ്ങൾക്കറിയാം, എന്നാൽ നിക്കിയുടെ എക്സ് ഗേൾ ഫ്രണ്ടായ നെല്ലിനെ നിങ്ങൾക്കറിയുമോ? യെസ്, അങ്ങനെ ഒരു ചരിത്രം കൂടിയുണ്ട്. നിക്കിയുമായി ബ്രേക്കപ്പ് ചെയ്ത ശേഷമാണ് ഇവൻച്വലി അവൾ ജൂൾസുമായി വിവാഹിതയാവുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള സംസാരം ഇവിടെ ഇരുവരും തമ്മിൽ നടന്ന് മനസ്സിലെ ഭാരമെല്ലാം ഇറക്കി വെച്ച് ജൂൾസ് തനിക്ക് നെല്ലിനെ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഇഷ്ടമായിരുന്നെന്നും നിക്കിയുമായുള്ള ഡേറ്റിങ്ങിനും എത്രയോ മുമ്പ് തന്നെയുള്ള സ്നേഹമാണ് അതെന്നും അതുകൊണ്ട് മറ്റു തരത്തിലുള്ള ചിന്തകളോ ഒന്നും ഉണ്ടായിട്ടില്ലെന്നും അവൻ വെളിപ്പെടുത്തുന്നു. കൂടാതെ വിക്ടോറിയയെക്കുറിച്ചും നിക്കിയുടെ മനസ്സ് വിഷമിക്കേണ്ടെന്ന് കരുതി പല സത്യങ്ങളും അറിയിക്കാതെയുള്ള ബോറിസിൻ്റെ ശ്രമങ്ങളെക്കുറിച്ചും അവർ സംസാരിക്കുന്നു. എല്ലാറ്റിനും പെർഫെക്ഷൻ മാത്രം നോക്കി പിടിവാദം പിടിക്കാതെ റേച്ചലുമായി ഒരു പ്രശ്നവുമില്ലാതെ സ്നേഹത്തോടെ കഴിയാനാണ് ജൂൾസ് ഇവിടെ ഉപദേശിക്കുന്നത്. അങ്ങനെ വലിയ റിലീഫ് ഉണ്ടാക്കുന്ന ഈ സംഭാഷണത്തിനിടെ നിക്കിയെ കൊണ്ട് ബോറിസ് വെപ്പിച്ച കെണിയിൽ ഒരു കുറുക്കൻ കുടുങ്ങുന്നുണ്ട്. എന്നാൽ ഇവർ ചെല്ലുമ്പോൾ കാണുന്നത് അതിൻ്റെ കാലൊടിച്ച് അതിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നതായാണ്. നിക്കിയും ബോറിസും കുറുക്കനെ പിന്തുടരാൻ തീരുമാനിച്ചെങ്കിലും ജൂൾസ് അതിന് നിൽക്കാതെ വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുന്നു. പിന്നെ ഇരുട്ടത്തിനെ കുറുക്കനെ തേടി നടക്കാൻ പോവല്ലേ എന്ന മെൻറ്റാലിറ്റി.
ഇതിനെ ചൊല്ലി നിക്കിയും ജൂൾസും വീണ്ടും തർക്കമുണ്ടായി. ജൂൾസിന് ഒന്നിനോടും ഒരു ദയവുമില്ലെന്ന് നിക്കി കുറ്റപ്പെടുത്തുമ്പോഴാണ് അത് അവൻ്റെ മനസ്സിൽ കൊണ്ട് മറ്റൊരു കാര്യം റിവീലാക്കുന്നത്. ജൂൾസും നെല്ലും വിവാഹമോചിതരാകാൻ പോവുകയാണ്. എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കുന്നത് ഷോക്കാണ് അച്ഛനും സഹോദരനും. ഈ സത്യം വിക്ടോറിയ അറിയാൻ ഇടവരരുതെന്ന് ബോറിസ് അവന് മുന്നറിയിപ്പ് നൽകുന്നു. കാരണം അവർക്കത് കൂടുതൽ വിഷമം ഉണ്ടാകത്തേ ഉള്ളൂ. ജൂൾസ് അങ്ങനെ തിരികെ പോകുമ്പോൾ വിഷമത്തോടെ ബോറിസും നിക്കിയും സ്പ്ലിറ്റായി വേട്ട തുടരുന്നു. രാത്രിയുടെ ഭൂരിഭാഗവും നിക്കി ആ കാട്ടിൽ കുറുക്കനെ തിരഞ്ഞലയുന്നു. ഇതിനിടയിൽ വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന 2 സ്ത്രീ ശക്തികളും റെഡിയാകാൻ കയറവേ റേച്ചലിന്റെ മുറിയിലേക്ക് എത്തി ദേഷ്യപ്പെടുകയാണ് പോർഷ്യ. കാരണം ബാച്ചിലർ പാർട്ടിക്ക് എത്താൻ അവർ രാവോളം വൈകിയതിന്. കല്യാണത്തിന് മുമ്പുള്ള ചടങ്ങുകളിലൊന്നും റേച്ചലിനോട് ശ്രദ്ധയുമില്ലെന്ന് പറഞ്ഞ് അവൾ വഴക്കിടുന്നു. ഇവിടെ പോർഷ്യ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, നെൽ തന്നോട് പറഞ്ഞു. എന്ത്? കഴിഞ്ഞ ദിവസം ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ സമയത്ത് പറഞ്ഞ ശാപകഥയെല്ലാം ഉള്ളതാണെന്ന്. ഇതിനെ പോർഷ്യ പറയുന്നാട്ടെ, എന്തൊക്കെ തന്നെയായാലും തൻ്റെ സഹോദരൻ നിക്കിയെ വിവാഹം കഴിച്ചിരിക്കണം. ഒരിക്കൽ വിവാഹപന്തൽ വെച്ച് ഉപേക്ഷിക്കേണ്ടി വന്ന തന്നെ പോലെ നിക്കിക്ക് ആ ഗതി ഉണ്ടാകരുത് എന്ന് പറഞ്ഞിട്ട് പോർഷ്യ ഒരു കൊച്ചു രഹസ്യം കൂടി പറയുന്നുണ്ട്. താൻ അതിനുശേഷം വൈകാതെ തന്നെ വെഗാസിൽ വെച്ച് വേറൊരു കല്യാണം രഹസ്യമായി കഴിച്ചു കഴിഞ്ഞു. ഇത് നീ ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് പോർഷ്യയുടെ ആ 2ാമത്തെ കാര്യം, ആത്മാവേവാ ആത്മാവേവാ. നെൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു. റേച്ചലിന് ശാപം ഏൽക്കാതിരിക്കാൻ മരിച്ച ആൻറ്റിയോട് ഒന്ന് സംസാരിക്കണമെന്നല്ലേ പറഞ്ഞത്. അതിന് പോർഷ്യയുടെ കയ്യിൽ ഒരു വഴിയുണ്ട്, ഓയിജ ബോർഡ്. സൂപ്പർ നാച്ചുറൽ റിച്വൽ ബുക്കൊക്കെ മുന്നേ കണ്ടത് ഇവളുടേതായിരുന്നെന്നും ഇതിലൊക്കെ അവൾക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടെന്നും ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. അങ്ങനെ ബാച്ചിലർ പാർട്ടിക്കിടെ പോർഷ്യയുടെ സഹായത്തോടെ റേച്ചൽ ഒരു ഓയിജ ബോർഡ് ഉപയോഗിച്ച് ആൻറ്റി അർലീൻ്റെ ആത്മാവിനെ വിളിച്ചു വരുത്താൻ ശ്രമിക്കുന്നു. ആദ്യമൊക്കെ ഒന്നും സംഭവിക്കാതെ ഇത്തിരി പിന്നോട്ടായെങ്കിലും പെട്ടെന്ന് ബോർഡിലെ സൂചി അനങ്ങാൻ തുടങ്ങുന്നു. ആവേശഭരിതയായ റേച്ചൽ അടുത്ത ചോദ്യം ചോദിച്ചതും അവളുടെ മുടി താനെ പൊങ്ങി പൊടുതനെ മുറിയിൽ ലൈറ്റുകൾ അണയുന്നു. പെട്ടെന്ന് എന്തോന്ന് പോർഷ്യയുടെ മൂക്കിലേക്ക് ഒരു ഒറ്റയിടി. മൂക്കിൽ നിന്ന് ചോര വരാൻ തുടങ്ങിയതോടെ അവൾ പേടിക്കുകയും റിച്വൽ പെട്ടെന്ന് തന്നെ അവസാനിക്കുകയും ചെയ്യുന്നു. എന്നാൽ ബോർഡിൽ ഒരു വാചകം ഇതിനോടകം പ്രത്യക്ഷപ്പെട്ടിരുന്നു, ലിവിങ് ഡെഡ്, ജീവിക്കുന്ന ശവം. ഇത് റേച്ചലിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അവൾ ഉടനെ തന്നെ നെല്ലിനെ ഇക്കാര്യം അറിയിക്കുമ്പോൾ ഈ സമയം കാട്ടിൽ ഇനിയും കുറുക്കനെ കണ്ടെത്താതെ കൊഴിഞ്ഞു വരുന്ന നിക്കിയോട് ജൂൾസിൻ്റെ ഡിവോഴ്സ് വിഷയം വല്ലാണ്ട് വിഷമമുണ്ടാക്കിയത് മൂലം ബോറിസ് തൻ്റെയും വിക്ടോറിയയും പെർഫെക്റ്റ് എന്ന് കരുതപ്പെട്ടിരുന്ന വിവാഹ ജീവിതത്തിലെ ഡാർക്ക് സീക്രട്ട് മകനോട് വെളിപ്പെടുത്തുന്നു. ഇത് കേട്ട് തകർന്നുപോയ നിക്കി നേരെ വീട്ടിലേക്കെത്തി വിക്ടോറിയയുടെ മുറിയിലേക്ക് ഇരച്ചു കയറുകയാണ്. തൻ്റെ അമ്മയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടായിരുന്നു എന്ന ഡാർക്ക് സീക്രട്ട് നിക്കിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത് നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുന്നേ ആയിരുന്നു എന്നവർ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിലും ആ കടുത്ത ദേഷ്യത്തിൽ തൻ്റെ ജീവിതം മുഴുവൻ മാതാപിതാക്കളെ മറച്ചുവെച്ച ഒരു കള്ളത്തിലായിരുന്നു എന്നവൻ തിരിച്ചറിയുന്നു. ഇനി എന്തൊക്കെ രഹസ്യങ്ങളാണ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളതെന്ന് അവൻ അവിടെ വയലൻ്റായി നിൽക്കെ വിക്ടോറിയയ്ക്ക് വിഷമമുണ്ടായി ബോധം നശിക്കുന്ന ഒരു പ്രശ്ന സിറ്റുവേഷൻ. ആരാ അടിച്ചെന്ന് പോലും അറിയാതെ പാവം പോർഷ്യ മരുന്ന് കഴിച്ച് കിടക്കുമ്പോൾ റേച്ചൽ വീണ്ടും അർലീൻ്റെ ആത്മാവിനെ വിളിക്കാൻ ശ്രമിക്കുന്നു. അവൾക്ക് ആ കാണിച്ച ലക്ഷണത്തിൻ്റെ കൃത്യമായ ഉത്തരം കിട്ടിയേ തീരൂ. ഇതെല്ലാം കണ്ട് അവിടേക്ക് എത്തുന്ന നെൽ അവളെ ആശ്വസിപ്പിക്കാൻ ചെല്ലുന്നതാണ്. നിക്കി തന്നെയാണ് റേച്ചലിൻ്റെ സോൾമേറ്റ് എന്ന് വിശ്വസിക്കാൻ അവൾ റേച്ചലിനോട് പറയുന്നു. സംസാരിക്കുന്നതിനിടയിൽ നെൽ അവളുടെ ഡൈവേഴ്സ് വിഷയം റേച്ചലിനോട് പറയുകയും അവർക്കിടയിൽ ഒരു വികൃതമായ അടുപ്പം ഫീൽ ചെയ്ത് പരസ്പരം ചുംബിക്കാൻ തുടങ്ങുന്നു. എന്നാൽ പെട്ടെന്ന് പോർഷ്യ അവിടേക്ക് അതിക്രമിച്ച് വരികയാണ്. എന്നാൽ അവൾ സ്വബോധത്തിലല്ല, ബാധ കയറിയിരിക്കുകയാണ് അർലീൻ്റെ. അവരെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പോർഷ്യ റേച്ചലിൻ്റെ തലയിൽ പിടിക്കുകയും തറയിലൂടെ ഇടയാൻ തുടങ്ങുകയൊക്കെ ചെയ്യുന്നു. നീ എന്നെ വിളിച്ചില്ലേ എന്നവൾ പറയുകയാണ്. ആണ്ട് അർലീൻ്റെ ആത്മാവ് പോർഷ്യയിലൂടെ സംസാരിക്കാൻ തുടങ്ങുന്നു. റേച്ചലിൻ്റെ ചോദ്യത്തിന് മറുപടിയായി അവരിങ്ങനെ മന്ത്രിക്കുന്നു, സംതിങ് ലിവിങ്, സംതിങ് ഡെഡ്, സംതിങ് സ്റ്റോളൻ ആൻഡ് സംതിങ് റെഡ്. ജീവനുള്ള ഒന്ന്, മരിച്ച ഒന്ന്, മോഷ്ടിച്ച ഒന്ന്, പിന്നെ ചുവന്ന നിറമുള്ള മറ്റൊന്ന്. ഈ രഹസ്യവാചകം പറഞ്ഞതിന് ശേഷം പോർഷ്യ സ്വഭാവത്തിലേക്ക് തിരിച്ചു വരുന്നതും അവളുടെ മൂക്കിൽ നിന്ന് വീണ്ടും രക്തം ഒഴുകാൻ തുടങ്ങുകയാണ്. എന്താ സംഭവിച്ചത്? ഇനി റേച്ചൽ ഇടിച്ചാൽ കാണുവാണോ? ഒന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? ലാസ്റ്റ് നൈറ്റ് ഓഫ് ഫ്രീഡം എന്ന ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ എല്ലാവരിലും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഇതെല്ലാം എങ്ങനെ എവിടെ കൊണ്ട് തീർക്കുമെന്ന് നമുക്കറിയാൻ ആ ദിവസത്തിലേക്ക് ചെല്ലണം, ദാറ്റ് ക്രൂഷ്യൽ വെഡ്ഡിംഗ് ഡേ. അപ്പോൾ അധികം വയ്യാതെ തന്നെ നമുക്ക് എല്ലാവർക്കും റേച്ചലിൻ്റെ നിക്കിയുടെയും കല്യാണത്തിന് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും സ്വാഗതം.